ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫെബ്രുവരി മാസമാണ്, വാലൻറ്റൈൻസ് ഡേ ആണ്. അപ്പോൾ ഈ വാലൻറ്റൈൻസ് മന്തിൽ ഞങ്ങളുടെ ഏറ്റവും പുതിയ പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കൽബ്. ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് കല്ലേറ്റിങ്കരയിൽ ഷിനോജ് കുടുംബത്തിന് വേണ്ടി 1200 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ പ്ലോട്ട് 2 തട്ടുകളിലായിട്ടാണ്, ഒരെണ്ണം മുകളിലും ഒരെണ്ണം താഴ്ത്തും. മുകളിലെ ലെവലിൽ നമ്മൾ പോർച്ച് എന്നൊരു കോൺസെപ്റ്റാണ് ചെയ്തേക്കുന്നത്. താഴ്ത്ത് നമ്മൾ വീടിൻ്റെ ഒരു ലെവലായിട്ട് എടുത്തേക്കണം. അങ്ങനെ 2 ലെവലിലായിട്ടാണ് നമ്മൾ ഈ വീടും പോർച്ചും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു കുട്ടി ക്യൂട്ട് ഗേറ്റ് കടന്ന് വേണം ഈ വീട്ടിലേക്ക് വരാനായിട്ട്. സ്റ്റെപ്പ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ലാൻഡ്സ്കേപ്പ് ഏരിയയാണ്. സിറ്റ് ഔട്ടിൽ നിന്നും ഒരു വ്യൂ കിട്ടുന്ന രീതിയിൽ ഒരു ചെറിയൊരു ലാൻഡ്സ്കേപ്പ്, അവിടെ ഒരു ചെറിയൊരു പ്ലാന്റ് എല്ലാം നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ് നിൽക്കുന്നത്. സിറ്റ് ഔട്ടിലെ ഫ്ലോറിങ് ബ്ലാക്കും അതുപോലെ ഇറ്റാലിയൻ വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ ഒരു ചെറിയൊരു ഗ്രീനിഷ് ടച്ച് കിട്ടാൻ വേണ്ടി കുറച്ച് പ്ലാന്റ്സ് എല്ലാം നമ്മൾ സിറ്റ് ഔട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കോർണറിൽ ഒരു ഷൂ റാക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും നമുക്ക് ഇരിക്കാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോർ നിർമ്മിച്ചിരിക്കുന്നത് WPC മെറ്റീരിയലാണ്. WPC മെറ്റീരിയൽ ഒരു ലൂവർ ഡിസൈൻ എല്ലാം കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡോർ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡോറിന് ഭംഗി കിട്ടാൻ വേണ്ടി ഒരു 3 ഫീറ്റിലുള്ള ഒരു സ്റ്റീലിൻ്റെ ഒരു ഹാൻഡിലും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഹാള് കടന്നു വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ലിവിങ് റൂം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയൊരു ലിവിങ് റൂമാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഇത് ഹാളൊരു വിശാലമായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി ഓപ്പൺ തീമിലാണ് ചെയ്തേക്കുന്നത്. സീലിങ്ങിൽ ഒരു പ്രൊഫൈൽ ലൈറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഡിസൈനാണ്, ഒരു സിമ്പിൾ ഡിസൈനാണ് പ്രൊഫൈൽ ലൈറ്റ് ചെയ്തതാണ്. TV യൂണിറ്റിൻ്റെ വാളിൽ നമ്മൾ ഒരു വാൾപേപ്പറൊക്കെ വെച്ച് ഒരു ഡിസൈൻ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതിന് ഭംഗി കിട്ടുന്ന രീതിയിൽ റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു വാർഡ്രോബ്, ഒരു നീഷിൻ്റെ ഡിസൈനുകൾ, ഒരു ഓപ്പൺ ടൈപ്പിലുള്ള നീഷ് ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് GI വെച്ചിട്ടാണ് നമ്മളതിൻ്റെ ഫ്രെയിമും അലുമിനിയം വെച്ച് അതിൻ്റെ ബോക്സുകളും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വീടിൻ്റെ കോർട്ട്യാർഡ് ഏരിയ ഡൈനിങ് റൂമിലേക്കും ലിവിങ് റൂമിലേക്കും വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് നമ്മളിതിൻ്റെ ഒരു മെയിൻ പോർഷനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിൽ നിന്ന് ഒരു കോൺക്രീറ്റ് ബീമിലുള്ള ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നമ്മൾ ജാളി ചെയ്തിട്ടുണ്ട്, ബ്രിക്കുകൾ ചെയ്തിട്ടുണ്ട്. താഴത്ത് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻട്രൽ പോർഷൻ അട്രാക്റ്റായി ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു പോട്ടിൽ കുറച്ച് വെള്ളത്തിൻ്റെ പരിപാടി, വാട്ടറിൻ്റെ പരിപാടികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമ്മളോടൊരു അക്വേറിയം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. പാഷ്യോൻ്റെ സൈഡിൽ ചെറിയൊരു പാർട്ടീഷൻ, ഡൈനിങ്ങിലേക്ക് ചെറിയൊരു പ്രൈവസി കിട്ടുന്ന രീതിയിൽ ചെറിയൊരു പാർട്ടീഷനിലാണ് നമ്മൾ ആ അക്വേറിയം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു കുഞ്ഞ് മനോഹരമായ ഒരു അക്വേറിയമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കടന്നു വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയുടെ സീലിങ്ങിൽ ഒരു പ്രൊഫൈൽ ഡിസൈൻ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്.
അതുപോലെ എല്ലാ ഏരിയയിലേക്കും ഒരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഡൈനിങ് ഏരിയ നമ്മുടെ ഈ വീട്ടിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് കം കിച്ചൺ. ഒരു ഓപ്പൺ തീമിലുള്ള കിച്ചണാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഒരു ഓപ്പൺ കിച്ചണാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഡൈനിങ്ങിൽ നിന്ന് നേരിട്ട് വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചണിൽ ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പോലെ ഒരു ചെറിയൊരു പോർഷൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രീനറി ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. 2 ഹാങ്ങിങ് ലൈറ്റ്സും നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ ഒരു ഓപ്പൺ തീമിലുള്ള കിച്ചണാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു ഓപ്പൺ ഏരിയ ഒക്കെ നമ്മൾ കുറച്ച് ഗ്രീനിഷ് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അലുമിനിയം പ്രൊഫൈൽ വെച്ചിട്ടാണ് കിച്ചണിൻ്റെ പാർട്ടീഷൻസുകളൊക്കെ നമ്മൾ ചെയ്തേക്കുന്നത്. ഒരു വൈറ്റ് കളറിലുള്ള ഗ്രാനൈറ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. സിങ്കിൻ്റെ മുകളിലൊരു GTPT ഡിസൈനെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിങ്കാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായ മൾട്ടിപർപ്പസ് സിങ്കാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഹുഡ്, ഹോബ്, ഒരു കൊച്ച് കിച്ചണ് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഈ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായിട്ട് വാഷ് ഏരിയയാണ്. വാഷ് ഏരിയ നമ്മൾ അലുമിനിയം പ്രൊഫൈലിലാണ് വാഷ് ഏരിയ ചെയ്തേക്കുന്നത്. ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എഗ് ഡിസൈനിലുള്ള ഒരു മിററും നമ്മളവിടെ സെറ്റ് ചെയ്ത് പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ കിഡ്സ് റൂം. ഇവർ മൊത്തം 3 മക്കളാണ് ഷിനോജ് കുടുംബത്തിന്. അപ്പോൾ 3 പേർക്കും വേണ്ടിയിട്ടുള്ള ബെഡ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 ലെവലിലുള്ള ഒരു ബെഡും പിന്നെ താഴത്ത് ഒരു ബെഡും നമ്മളങ്ങനെ 3 ബെഡ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂമാണിത്. ഒരു ബ്ലൂ വൈറ്റ് തീമിലാണ് നമ്മൾ ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 4x2 വലുപ്പത്തിലുള്ള ടൈൽസാണ് ബാത്റൂമുകളിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമും ഡ്രൈ വെറ്റ് ഏരിയ നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ റൂം മാത്രമാണ് നമ്മൾ 2ാം നിലയ്ക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടൈൽ ഒരു വുഡൻ തീമാണ്. അതുപോലെ ഹാൻഡിൽ GIയിലും വുഡിലും കൂടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്റ്റയർ വാളിൽ ഒരു ജാളിയെല്ലാം വെച്ചിട്ട് നമ്മളൊരു വിൻഡോ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് ഷിനോജ്. എൻ്റെ സ്ഥലം കല്ലേറ്റങ്കരയാണ്. കല്ലേറ്റങ്കരയിൽ ഓട്ടോ ഡ്രൈവറാണ്. വൈഫ് സബീന. മക്കള് ഇസാഫ് ബാങ്കിലാണ് ജോലി ചെയ്യണത്. ഞങ്ങൾ വീട് എന്ന് പറഞ്ഞൊരു സ്വപ്നം ശരിക്കും സ്വപ്നം കാണാനായിട്ട് തുടങ്ങിയത് ഞങ്ങളൊരു 1.5-2 വർഷമായി. അപ്പം ഞങ്ങൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു ഇക്കാടെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻറ്ററിലായിട്ട് തന്നെ, അതായത് റെയിൽവേ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, ഈ സെൻറ്ററിൽ തന്നെ നിൽക്കണം എന്നായിരുന്നു, ഒരു സ്ഥലം വേണമെന്നായിരുന്നു ആഗ്രഹം. വീട് പണിക്കുള്ള തുടക്കം എന്ന് പറയുന്നത് ദാസനാരായണൻ ഞാൻ ഒരിക്കലും ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങൾ ആളോട് ഇരുന്ന് പ്രത്യേകം നന്ദി പറയുകയാണ്. എൻ്റെയും ഇക്കാട് ഞങ്ങളുടെ ഫാമിലിയുടെയും പേരിൽ ആ ഒരു വാക്കിലാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കാരണം അതിൽ ഞങ്ങൾ പണിത് മതിൽ കെട്ടി എന്താ പറയുക. പിന്നെ നമുക്ക് സനൂപിനെ കുറിച്ച് പറയാനാണ്. നമ്മൾ സനൂപിനെ നമുക്കറിയാം. നമ്മൾ ചെറുപ്പം തന്നെ ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് മുതൽ ഇക്കാടെ ബെസ്റ്റ് ഫ്രണ്ടാണ് സനൂപ്. അപ്പോൾ ഇക്ക ഒരു വീട് അത് പണിയുന്നുണ്ടെങ്കിൽ അത് സനൂപിന്, അതിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട. കാരണം നമുക്ക് അവനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. നമുക്ക് നല്ലൊരു വിശ്വാസം ഉണ്ട് അവനെ. നമുക്ക് വിശ്വാസം മാത്രമേ നമുക്ക് അറിയാം. അവൻ ചെയ്ത പ്രൊജക്റ്റുകളൊക്കെ നമുക്ക് കണ്ടിട്ടുള്ളതാണ്. നമ്മളൊരു ഇപ്പം ഇവിടെ ആയാലും ഞങ്ങളൊരു പൂ ചോദിച്ചപ്പോൾ പൂന്തോട്ടം തന്നത് പോലെയാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ ഇത്രയ്ക്കൊന്നും ഞങ്ങളുടെ സ്വപ്നത്തിലുണ്ടായിരുന്നില്ല. ഒരു വീട് ഞങ്ങൾ പ്ലാൻ പറഞ്ഞു, ഞങ്ങൾ മോഡൽ ഞങ്ങൾ പറഞ്ഞു, ഇന്ന മോഡൽ ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളത് കൊടുത്തു. സനൂപ് അത് കേട്ട് കുറച്ച് നേരം 1-2 ആഴ്ചകൾ ഞങ്ങൾക്കൊരു പ്ലാൻ തന്നു ഈ വീടിനെ കുറിച്ച്. ഞങ്ങളോടത് പറഞ്ഞു, ഞങ്ങൾ ഈ പ്ലാൻ നിങ്ങൾ നോക്ക്, എന്നിട്ട് അത് എന്തെങ്കിലും മാറ്റം വരുന്നത് നമുക്ക് വരുത്താമെന്ന് പറഞ്ഞു. പക്ഷെ ആ പ്ലാൻ തന്നെ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങളുടെ മനസ്സ് നിറച്ചു. പക്ഷെ അതിൽ ഇത്രയും പോലും ഉണ്ടായില്ല. എന്നാൽ പോലും ഇപ്പം നമ്മുടെ പ്ലോട്ട് നമ്മൾ 5 സെൻറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട്, എനിക്ക് ഒരു 3 ബെഡ്റൂം എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോഴും സനൂപ് എന്നോട് പറഞ്ഞത് 3 ബെഡ്റൂം എടുത്താൽ ഒക്കെ ഷോർട്ടാവും, അപ്പം റൂമും ചെറുതാവും, പിന്നെ നിങ്ങൾക്ക് ഹാളായാലും ചെറുതാവും. എന്തായാലും പണിയുമ്പോൾ നല്ലൊരു വീടുമായിട്ട് പണിയാം, നല്ല സൗകര്യങ്ങളോട് കൂടി പണിയുക, അങ്ങനെയാണ് അവൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒന്നും വിട്ട് ഞങ്ങൾ പറയാൻ പോയില്ല. അത് ഞങ്ങൾ ആ 2 ബെഡ്റൂം, ഹാള്, പിന്നെ ഇക്കാക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു കോട്ടിയാട് വേണം.
ഞങ്ങള് ഒരു 2 വർഷം മേലെയായിട്ട് നമ്മള് ഈ വീട് എന്നൊരു സ്വപ്നം നമ്മുടെ തലയിൽ കയറിയത് മുതൽ നമ്മള് അവനായിട്ട് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പൊ ഏകദേശം ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ടേസ്റ്റ് അവന് മനസ്സിലായിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് ഒരു കോർട്ട്യാർഡ് വേണം, ഒരു ഓപ്പൺ കിച്ചൺ വേണം, റൂമുകൾക്ക് വലിപ്പം വേണം, അതേപോലെ തന്നെ ഈ അക്വേറിയം, അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അവനായിട്ട് നമ്മളെപ്പോഴും ഞങ്ങൾ വൈകുന്നേരം അങ്ങനെ ഒരു സ്ഥലത്ത് ഒത്തുകൂടി ഇരിക്കാറുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങാറുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ പ്ലാൻ വരച്ചപ്പോൾ ഇതൊക്കെ അതിലുണ്ടായിരുന്നു. കറക്റ്റ് ഞങ്ങൾക്ക് കാറ്, അതായത് വണ്ടി ഓട്ടോറിക്ഷ ആണല്ലോ, അപ്പോൾ ഓട്ടോറിക്ഷ ഒക്കെ കാർ പോർച്ചിൽ ഇടണം, ഇറക്കി ഇടണം. താഴ്ന്നാണ് കിടക്കുന്നത്, അപ്പോൾ താഴ്ത്തിക്ക്. അപ്പോൾ അവൻ പറഞ്ഞു അതൊന്നും വേണ്ട, എന്നിട്ട് നമുക്കൊരു മുകളിൽ ഒരു കാർ പോർച്ച് സെറ്റ് ചെയ്തിട്ട് ഫ്രണ്ടിൽ മിറ്റും പോവാത്ത രീതിയിൽ. അതൊക്കെ വളരെ എന്താ പറയാ, നമ്മൾക്ക് അതൊക്കെ അവൻ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു, ഇതിലെവിടെയും കാർ പോർച്ച് എടുക്കും അങ്ങനെയൊക്കെ. പക്ഷെ ഇതൊക്കെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോ ഞങ്ങൾക്ക് ഒന്നും പറയില്ല. എത്രയും നമ്മള് എന്താ പറയാ, സ്വപ്നം കണ്ടതിനേക്കാളും നമ്മളെ അവൻ ഇതാക്കി. കസിൻസ് ആയാലും ഞങ്ങളുടെ ഇപ്പൊ ഇക്കട മാമ ആയാലും ഒക്കെ നല്ല രീതിയിൽ സ്ഥലം മേടിക്കാനായാലും ആ മാമൂനോടൊക്കെ, സാദത്ത് എന്നാണ് മാമൂൻ്റെ പേര്, മാമൂനോടൊക്കെ പ്രത്യേകം നന്ദി പറയാം. അക്കൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വേറിയം, അവർക്ക് ഭയങ്കര മീനുകളോട് ഭയങ്കര ഇതാണ്. അപ്പോൾ വീട്ടിൽ ഞങ്ങൾ ചെറിയൊരു താമരക്കുളം പോലെ മേടിച്ചിട്ടാണ് മീനുകൾ വളർത്തിയിരുന്നത്, അവർ ഗപ്പീനൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. അവർക്കൊരു അക്വേറിയം വേണമെന്ന് പറഞ്ഞു. അതും ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും നല്ലൊരു നല്ല രീതിയിൽ തന്നെ അവനത് സെറ്റാക്കി. ഞാൻ ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ഒരു ഇതായിരുന്നു. എനിക്ക് മനസ്സിലായി ഫസ്റ്റ് ഞാൻ ഒരു പ്രൈവസി ഉണ്ടാവില്ല, അങ്ങനെ ഇങ്ങനെ ആൾക്കാർ വരുമ്പോൾ അവർ മുന്നിൽ വെച്ച് വെച്ചെടുക്കണം, അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. പക്ഷേ ഇത് ചെയ്ത് വന്നപ്പോൾ നമുക്കിപ്പോൾ ഫുൾ ടൈം കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ നമുക്കൊരു തോന്നല. കാരണം അത്രയും നമുക്ക് എപ്പോഴും എന്തൊരു ചെറിയ ഇതിന് പോകുമ്പോഴേ നമ്മൾ നല്ല സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടു കൂടി തന്നെയാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ. അതിൽ വെച്ചേക്കണ ഓരോ വർക്കുകളായാലും അവൻ സെലക്ട് ചെയ്ത ടൈലുകളായാൽ പോലും എന്താ പറയുക, നമ്മുടെ മനസ്സ് നിറയ്ക്കണതാണ്. വീട് ആദ്യം തുടങ്ങുമ്പോൾ തന്നെ അത്താൻ്റെ പ്ലാൻ ഞങ്ങൾക്ക് ആദ്യം തന്നെ മനസ്സിലായില്ല. പിന്നെ ബെഡ്റൂം ഒക്കെ ഉണ്ട്, നല്ല ബെഡ്റൂം. ഇപ്പം ഇതൊക്കെ ഞങ്ങൾ യൂട്യൂബിൽ മാത്രം കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ടാണ് ഇങ്ങനെ കയറണം തുടങ്ങുന്നതൊക്കെ. പിന്നെ ആവശ്യത്തിനുള്ള സ്റ്റഡി ഞങ്ങൾക്ക് മീനൊക്കെ കുറേ ഇഷ്ടമായി. ഞങ്ങൾ ആദ്യം ഫ്രിഡ്ജ് ബോക്സിൽ ഒരു 10-15 മീനൊക്കെ വളർത്തി, എന്നിട്ട് ഇവിടത്തേക്ക് ഒരു വലിയ അക്വേറിയായി. നല്ല ബെഡിൽ കിടക്കുമ്പോൾ തന്നെ വേറൊരു ഫീലിംഗ്, നല്ല രസമാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ പിന്നെ അവരുടെ റൂമാണെങ്കിൽ നല്ല രസമാണ്. പിന്നെ അക്വേറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു പച്ചപ്പ്, ഫുൾ പ്രകൃതിയോട് അടങ്ങിയ ഒരു വീട്, എന്നുവെച്ചാൽ നല്ല കളർഫുൾ നല്ല മീനുകള് ഒക്കെ. ഇപ്പോൾ പിന്നെ വീടാണെങ്കിൽ നല്ല രസമുണ്ട്. എല്ലാം പ്രൊഫൈൽ ലൈറ്റും ഫാനും എല്ലാം ഇലക്ട്രിക് ഫാൻ, നല്ല രസമുണ്ട്. ഈ കൽബിൻ്റെ വിശേഷങ്ങൾ, ഈ കൊച്ചുവീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി കാണും വരയ്ക്കും. ബൈ ഫ്രം സനൂപ് ബാബു.